നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. 4 ദിവസമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനാകാതെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീ. അതിവേഗത്തിൽ വീശുന്ന കാറ്റിൽ തീ കൂടുതലിടങ്ങളിലേക്ക് പടരുകയാണ്. കാട്ടുതീയിൽ മരണം 16ആയി. മാൻഡലിവിലെ തീ നിയന്ത്രണ വിധേയമാക്കി രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസമായി. പസഫിക് പാലിസേഡ്സിൽ കാട്ടുതീ കിഴക്കൻ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വെള്ളം താഴേക്കൊഴുക്കുകയാണ്. എന്നാൽ മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് സ്ഥിതിഗതികൾ വഷളാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രെൻവുഡ്, സാൻ ഫ്രണ്ടാൻഡോ താഴ്വര എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ഒഴിപ്പിക്കും. പസഫിക് പാലിസേഡ്സിൽ മാത്രം ഇതുവരെ 22,000 ഏക്കർ ഭൂമി അഗ്നിക്കിരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ലോസ് ആഞ്ചലസിൽ നഗരത്തിൽ 4 ദിവസം മുമ്പ് ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇപ്പോഴും 3 നഗരങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ 37,000 ഏക്കറുകൾ കത്തി നശിച്ചു. പുതുതായി 1,66,000 പേരെ ഒഴിപ്പിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഇതുവരെ 12,000-ലധികം വീടുകൾ കത്തിനശിച്ചു. 57,000 കെട്ടിടങ്ങൾക്ക് നിലവിൽ കാട്ടുതീ ഭീഷണിയുണ്ട്. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. കനത്ത പുക മൂലം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15,000 കോടിയിലധികം ഡോളറിന്റെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഫെഡറൽ സഹായം നൽകുമെന്നും ഭവനവായ്പാ തിരിച്ചടവിന് കൂടുതൽ സാവകാശം നൽകുമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ദുബായ് മാരത്തണിന്റെ പുതിയ പതിപ്പിന് വാശിയേറിയ സമാപനം. പുരുഷ വനിതാ വിഭാഗങ്ങൾ ഇക്കുറിയും ആദ്യ 3 സ്ഥാനവും എത്യോപ്യൻ സ്വദേശികൾ സ്വന്തമാക്കി. 42 കിലോമീറ്റർ ദൂരത്തിൽ നടന്ന മാരത്തണിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള കായിക പ്രേമികൾ കാത്തിരുന്ന പരിപാടിക്കാണ് ദുബായിൽ സമാപനമായത്. ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ നടക്കുന്ന മാരത്തോണിന്റെ 24ാമത് പതിപ്പാണ് ഇത്തവണ സമാപിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് മാരത്തണിൽ പങ്കെടുത്തത്. വാശിയേറിയ മത്സരത്തിൽ 23-കാരനായ ബ്യൂട്ട് ജെബെക്കോ വിജയിയായി. 2 മണിക്കൂർ 4 മിനിറ്റ് 50 സെക്കൻഡിലാണ് ബ്യൂട്ട് ഓടിയെത്തിയത്. വനിതാ വിഭാഗം മത്സരത്തിൽ മുൻ ചാമ്പ്യൻ ദൈറ ദിദയെ അവസാന നിമിഷം മറികടന്ന് 25-കാരിയായ എത്യോപ്യൻ താരം ബെഡാറ്റു ഹിർപ്പ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 42 കിലോമീറ്ററായിരുന്നു മാരത്തണിന്റെ ദൂരം. ഇത്തവണ 17,000-ലധികം ആളുകൾ പങ്കെടുത്തതായി അധികൃതർ അറിയിച്ചു. എലൈറ്റ് അമേച്ചർ ഓട്ടക്കാർക്കായി 10 കിലോമീറ്റർ വിഭാഗത്തിലും തുടക്കക്കാർക്ക് മറ്റുമായി 4 കിലോമീറ്റർ ഫൺ റണ്ണും അരങ്ങേറിയിരുന്നു. 24 ദുബായ്. ദുബായ് 24H സീരീസ് കാരോട്ട മത്സരത്തിൽ നടന്ന അജിത്തിന്റെ ടീമിന് 3ാം സ്ഥാനം. 991 കാറ്റഗറിയിലാണ് 3ാം സ്ഥാനം. 24 മണിക്കൂർ നീണ്ടതായിരുന്നു മത്സരം. പ്രവാസികൾക്കിടയിൽ ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ CPRന്റെ പ്രാധാന്യം വിശദീകരിച്ച് പ്രത്യേക സെഷൻ സംഘടിപ്പിക്കുന്നു. ഹൃദയസ്തംഭനം ആദ്യ നിമിഷങ്ങളുടെ വില എന്ന പേരിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ സീനിയർ കൺസൾട്ടന്റും മലയാളിയുമായ ഡോക്ടർ റഷീദ് പട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. വ്യാഴാഴ്ച വൈകിട്ട് ICC അശോക ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഖത്തറിലെ പ്രമുഖ യുവജന സംഘടനയായ ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ റീജിയനിൽ 20ാം വാർഷികം ആഘോഷിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് 1 വർഷം നീളുന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ആഘോഷ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ഈ മാസം 17-ന് അബു ഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും. CEO PT ഹാരിസ്, COO അമീർ ഷാജി, CFO ഫായിസ് എലയെടുത്ത്, ഉപദേശക സമിതി ചെയർമാൻ അസ്കർ റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമരപോരാളി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയുടേതെന്ന പേരിൽ പ്രചരിക്കപ്പെടുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെതല്ലെന്ന ഗവേഷകൻ ഡോക്ടർ അബ്ബാസ് പനക്കൽ. ഡോക്ടർ അബ്ബാസ് പനക്കൽ രചിച്ച മുസ്ലിയാർ കിങ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിലാണ് ഫോട്ടോയെക്കുറിച്ച് വിവരിക്കുന്നത്. വാര്യംകുന്നത്തിൻ്റെതായി പ്രചരിക്കപ്പെടുന്ന ചിത്രം മലബാർ സമരത്തിൽ പങ്കെടുത്ത കുഞ്ഞിക്കാദറിൻ്റെതാകാമെന്നാണ് നിഗമനം. 1921 നടന്ന മലബാർ സമരത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സുൽത്താൻ വാര്യംകുന്നൻ എന്ന പുസ്തകത്തിലാണ് വാര്യംകുന്നത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് അവകാശപ്പെട്ട് ഫോട്ടോ പുറത്തുവന്നത്. സമരത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഫ്രഞ്ച് മാഗസിൻ സയൻസ് എറ്റ് വോയേജസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അപൂർവ ഫോട്ടോ കിട്ടിയതെന്നും പറയുന്നുണ്ട്. ഫോട്ടോയിലെ പ്രായം, ശരീരപ്രകൃതി, ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ സാക്ഷ്യം തുടങ്ങിയവയാണ് ഈ നിഗമനത്തിലെത്താൻ കാരണം. സമരത്തിന്റെ തുടക്കത്തിൽ നടന്ന തിരൂരങ്ങാടിയിലെ സംഘർഷത്തെക്കുറിച്ചാണ് മാഗസിനിൽ പറയുന്നത്. സമരത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാരുടെ ഫോട്ടോയോടൊപ്പം നൽകിയ 2 ഫോട്ടോകളിൽ ഒന്ന് വാര്യംകുന്നത്തും മറ്റൊന്ന് കുമരംപുത്തൂർ കുഞ്ഞിസീതി തങ്ങളുമാണ് എന്നാണ് അവകാശവാദം. എന്നാൽ ചിത്രത്തിലുള്ളത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയോ കുഞ്ഞിസീതി തങ്ങളോ അല്ലെന്നും കുഞ്ഞിക്കാദറും ലവക്കുട്ടിയുമാണെന്നും ഗവേഷകനും ചരിത്രകാരനുമായ ഡോക്ടർ അബ്ബാസ് പനക്കൽ തന്റെ മുസ്ലിയാർ കിങ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ പറയുന്നു.
ഫ്രഞ്ച് മാഗസിനിൽ വാരിയംകുന്നത്തിന്റെ പേരില്ലാത്തതും തിരൂരങ്ങാടി സംഭവത്തിൽ അദ്ദേഹം പങ്കെടുക്കാത്തതും ഡോക്ടർ അബ്ബാസ് ചൂണ്ടിക്കാട്ടുന്നു. ക്യാപ്റ്റൻ ഹാരിയുടെ ലേഖനത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ട ഫോട്ടോയുടെ ക്യാപ്ഷൻ അക്കാലത്ത് ബ്രിട്ടീഷുകാരിറക്കിയ ഡോക്യുമെന്ററി ഫിലിമിന്റെ പരസ്യത്തിലും അതുപോലെ പ്രതിഫലിച്ച് കാണാം. അത് പ്രത്യേകം പറയേണ്ടത് ആലി മുസ്ലിയാരുടെ പേരുണ്ട്. ഒപ്പം രണ്ടുപേര് ഇവര് റൌളിയെയും ജോൺസണെയും കൊന്ന് സമരത്തിന് അഥവാ അവരുടെ ഭാഷയിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ പരസ്യം വാരിയംകുന്നം കുഞ്ഞഹമ്മദ് ഹാജിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല പത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാരിയംകുന്നം കുഞ്ഞഹമ്മദ് ഹാജിയെ ജനുവരി 5 അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു, പിന്നീട് ഫോട്ടോ എടുക്കുന്നു എന്നത് പറയുമ്പോൾ അതൊരിക്കലും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. സമരത്തിന് തുടക്കമിട്ടവരുടെ കൂട്ടത്തിൽ കുഞ്ഞിക്കാതിറിന്റെ പേരുള്ളതും റൌഡിയെ ആദ്യ അടിയടിച്ചത് ലവക്കുട്ടിയാണ് എന്നതുമാണ് ഇവരാണ് ഫോട്ടോയിലെ 2 പേർ എന്ന നിഗമനത്തിൽ അബ്ബാസ് എത്താൻ കാരണം. പ്രചരിക്കുന്ന ഫോട്ടോ വാരിയംകുന്നത്തിന്റേതല്ല എന്ന് പറഞ്ഞതിനാൽ അബ്ബാസ് സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. ഡി കൊളോണിയലൻസിലൂടെ ചരിത്രരേഖകൾ പുനരവലോകനം ചെയ്യണമെന്നും ഡോക്ടർ അബ്ബാസ് പനക്കൽ അഭിപ്രായപ്പെട്ടു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ പൊങ്കാല സമർപ്പണം നടന്നു. അജ്മാനിൽ നടന്ന പരിപാടിയിൽ UAE-യുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ആറ്റുകാലമ്മ പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ ഇത് 11ാമത് തവണയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അജ്മാനിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മാതൃകയടക്കം കെട്ടിയുണ്ടാക്കിയാണ് ഉത്സവം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി നടന്ന പൊങ്കാല മഹോത്സവത്തിന് മുൻ ശബരിമല ആറ്റുകാൽ മേൽശാന്തിയായ ബ്രഹ്മശ്രീ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അനന്തപുരിയിൽ എങ്ങനെയാണോ പൊങ്കാല അർപ്പിക്കുന്നത് അതേ ഭക്തിയും ആവേശവും UAE-യിലും പ്രകടമാണ്. ആറ്റുകാലമ്മ പ്രവാസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി പൊങ്കാല നടത്തിവരുന്നു. നന്മയുടെ പ്രകാശകിരണങ്ങൾ ഭാരതത്തിൽ ലോകത്താകമാനം പടരുന്നതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് ഇവിടെയും കാണാം. UAE-യിലും കാണുന്ന അതുപോലുള്ള കാര്യങ്ങളാണ്. ഭഗവതി സേവയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഉച്ചയോടുകൂടി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. നാട്ടിലെ അതേ അനുഭവം പ്രവാസ ലോകത്തിൽ ലഭിച്ചതിന്റെ സന്തോഷം പ്രവാസികളും പങ്കുവച്ചു. അയ്യോ, ഭയങ്കര ഭക്തി. ഞാനിതിൽ ഗ്രൂപ്പിലുള്ളത് നമ്മൾ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഈ വർഷമാണ് ഇതിൽ, അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ശിവകുമാർ സംഘം അവതരിപ്പിച്ച നാമസങ്കീർത്തനവും കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്ത താലപ്പൊലി ഘോഷയാത്രയും പരിപാടിയുടെ ഭാഗമായി നടന്നു. 24 ദുബായ്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ചർച്ച നടത്തുന്നു. ബിഷപ്പ് ഹൌസിലാണ് ചർച്ച. ചർച്ചയിൽ വിശ്വാസമുണ്ടെന്ന് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു. മേജർ ആർച്ച് ബിഷപ്പിന്റെ വിക്കർ ഈ അച്ഛന്മാരെ ആയിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ സാറിന്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാംബ്ലാനി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അഭിനന്ദ്, രാത്രി വൈകിയും ചർച്ച തുടരുകയാണ്. ഒരു സമവായ സാധ്യത തെളിയുമെന്ന പ്രതീക്ഷയാണോ എല്ലാവർക്കും? സുഹൈൽ, എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചയായിരുന്നു ജില്ലാ കളക്ടർ NSK ഉമേഷ് നേതൃത്വത്തിൽ ഇന്ന് കളക്ടറുടെ വസതിയിൽ നടന്നത്. അതിന് പിന്നാലെയാണ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച ഇപ്പോൾ എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 ഇന്ന് ചർച്ച ആരംഭിച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ ഇന്നത്തെ ചർച്ച അത് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 21 വൈദികരുമായി പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം ഈ ബിഷപ്പ് ഹൗസിൽ നടത്തിക്കൊണ്ടിരുന്ന 21 വൈദികരുമായാണ് ചർച്ച നടത്തുക. സമാധാനപരമായ ഒരു ചർച്ച തന്നെ ഉണ്ടാകുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് ഈ മാർ ജോസഫ് പാംബ്ലാനി ബിഷപ്പ് ഹൗസിലേക്ക് ചർച്ചയ്ക്കായി കയറി പോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും
ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയായിരിക്കും. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാർ ജോസഫ് പാംബ്ലാനിക്ക് കൈക്കൊള്ളാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ സിറോ മലബാർ സഭയ്ക്കുമുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ ജനുവരി 9 വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് പ്രതിഷേധ പ്രാർത്ഥനായജ്ഞവുമായി ബിഷപ്പ് ഹൗസിൽ ഇവിടെ എത്തിയത്. പിന്നീട് അത് വലിയ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊച്ചി DSP അശ്വജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ച ഇത് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മാർ ജോസഫ് പാംബ്ലാനിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരുമായുള്ള ചർച്ച, 21 വൈദികരുമായുള്ള ചർച്ച ഈ രാത്രി വൈകിലും നടക്കുന്നത്. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഒരു അവസാന ലാപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിന്റെ മഞ്ഞുരുക്കം എന്ന ഉള്ള ഒരു ചർച്ചയായിരിക്കും ഇവിടെ നടക്കുക. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൈ, ശരി, തുടരുന്ന പ്രതിഷേധത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശം നൽകിയത്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. MLA സ്ഥാനം രാജിവെക്കുന്ന അഭ്യൂഹം തള്ളി PV അൻവർ. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയ ശേഷമാകും വാർത്താ സമ്മേളനം. തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തതോടെ ഉണ്ടാകുന്ന അയോഗ്യതാ ഭീഷണി മറികടക്കാനാണ് PV അൻവറിന്റെ നീക്കമെന്നാണ് സൂചന. നിലവിൽ കൊൽക്കത്തയിലുള്ള അൻവർ നാളെ പുലർച്ചയോടെ തിരുവനന്തപുരത്തെത്തും. പാർട്ടിയിൽ ഔദ്യോഗികമായി ചേരാനുള്ള നിയമ തടസ്സവും അടുത്ത 5 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന കുരുക്കുമാണ് അൻവറിനെ രാജി എന്ന ചിന്തയിലേക്ക് എത്തിച്ചത്. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൂട്ടിയിട്ട കടയിൽ വെച്ചും പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് പോലീസ്. അതേസമയം കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 28ആയി. കേസ് അന്വേഷണത്തിന് DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 28 പേരാണ് 3 ദിവസത്തിനിടെ അഴിക്കുള്ളിലായത്. 14 FIRകളാണ് 2 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ 3 പേർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. കേസ് അന്വേഷണത്തിനായി DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ 25-അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അതേസമയം FIRൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് 4 പേർ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന് FIRൽ പറയുന്നു. കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ച് കാറിൽ കയറിയ പെൺകുട്ടിയെ തൊട്ടടുത്ത പൂട്ടിയിട്ട കടയുടെ പരിസരത്ത് വെച്ചും ചില പ്രതികൾ ബലാത്സംഗത്തിനിരയാക്കി. പലരും ഇൻസ്റ്റഗ്രാം വഴിയും കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും വെച്ചാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുള്ളതിനാൽ കേസിൽ 62 പ്രതികളുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കുറവുണ്ട്. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പെൺകുട്ടി വ്യക്തമായ സൂചന നൽകിയവരിൽ ശേഷിക്കുന്ന പ്രതികളെയും ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. 24 പത്തനംതിട്ട. മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതി. നാട്ടുകാരും അകന്ന ബന്ധുക്കളും ഉൾപ്പെടെ യുവതിയെ ഭീഷണിപ്പെടുത്തി വിവിധയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ ഒന്നും പുറത്തു പറയില്ലെന്നും പിടിക്കപ്പെടില്ലെന്നുമുള്ള ധൈര്യമായിരുന്നു പ്രതികൾക്ക്. 2022-23 വർഷത്തിലാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായതെന്ന് FIRൽ പറയുന്നു. അയൽവാസിയായ മുഖ്യപ്രതിയുമായി 2015 മുതൽ പരിചയമുണ്ട്. ഇയാൾ പലയിടങ്ങളിലായി കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നാണ് പരാതി. ചൂഷണം ചെയ്തത് നാട്ടുകാരും അകന്ന ബന്ധുക്കളുമടക്കം 8 പേർ. ദിവസങ്ങൾക്ക് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതെന്ന് സഹോദരൻ 24നോട്. എൻ്റെ സഹോദരനെ കൊണ്ട് എൻ്റെ അയൽവാസി പിന്നെ പല ആളുകൾക്കും കൊണ്ട് കാഴ്ചവെക്കുകയും അതുപോലെ പല സാമ്പത്തിക സഹായം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും മാനന്തവാടി, കോഴിക്കോട്, മഞ്ചേരി, അരീക്കോട് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു. ഒരു പ്രതി യുവതിയുടെ 15 പവൻ സ്വർണവും 40,000 രൂപയും കവർന്നു. 38-കാരിയായ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. നിലവിൽ ഇവർ ചികിത്സയിലാണ്. കൊണ്ടോട്ടി DYSPക്കാണ് അന്വേഷണ ചുമതല. നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ്. 24 മലപ്പുറം. നടി ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മന്നൂരിന്റെ ജാമ്യ ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഇന്നലെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. നടിയുടെ വസ്ത്രധാരണത്തിനെതിരായ ചാനൽ ചർച്ചകളിലെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം കൂടി രംഗത്തെത്തി. 2 പരാതികളിലും പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കേസിൽ കസ്റ്റഡി ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെയാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. രാഹുലിൻ്റേത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന പരാമർശമല്ലെന്നാണ്
പ്രാഥമിക വിലയിരുത്തൽ. ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. ഹണി റോസിനെതിരെ മോശം കമന്റ് ഇട്ടു എന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നറിയിപ്പ്. സ്ത്രീകൾക്കെതിരെ ആരുടെ ഭാഗത്തുനിന്ന് തെറ്റായ പ്രവണത ഉണ്ടായാൽ നേരിടും. നോക്കിലോ വാക്കിലോ സ്ത്രീകളോട് തെറ്റായ രീതി പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിലെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ്. എല്ലാ പൊതു ഇടങ്ങളും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും അതെല്ലാം കർക്കശമായി തന്നെ നേരിടുന്ന നിലപാട് സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നാളെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കും. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM സുൽത്താൻ ബത്തേരി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ MV ഗോവിന്ദൻ എത്തുന്നത്. സമരത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്ത DC ട്രഷറർ NM വിജയന്റെ വീട് സന്ദർശിക്കും. NM വിജയന്റെ കുടുംബത്തെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചില്ലെന്ന പരാതിക്കിടെയാണ് MV ഗോവിന്ദന്റെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. കൽപ്പറ്റയിൽ INTUC കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന വി ഡി സതീശനും NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കും. തൃശൂർ പീച്ചി ഡാമിലെ റിസർവോയറിൽ വീണ 4 കുട്ടികൾ 3 കുട്ടികളുടെ നില ഗുരുതരമായി തുടരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാരെ കൂടി ചികിത്സാ സംഘത്തിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. പരിക്കേറ്റ കുട്ടികളെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി. സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിന് വന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പാറയിൽ കാൽവഴുതി വീണെന്നാണ് നിഗമനം. പട്ടിക്കാട് സ്വദേശികളായ ആൻ ഗ്രേസ്, അലീന, എറിൻ, പീച്ചി സ്വദേശി നിമ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ നിമയൊഴികെയുള്ള കുട്ടികളാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നത്. പീച്ചി ഡാം റിസർവോയർ കാണാൻ വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർ പാറയിൽ കാൽവഴുതി വീഴുകയായിരുന്നു. രക്ഷിക്കാനിറങ്ങിയ മറ്റു 2 പേരും വെള്ളത്തിലേക്ക് വീണു. അപകട മേഖലയിലാണ് പെൺകുട്ടികൾ വീണത്. ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകില്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 പേർക്ക് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ചെറിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് ജൂബിലി മിഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 24 തൃശൂർ. നാടിനെ ഭീതിയിലാക്കി കടുവയെ പിടികൂടാൻ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ രാപ്പകൽ തിരച്ചിലിനായി കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനെയും വിക്രമിനെയും അമരക്കുനിയിലെത്തിച്ചു. പ്രദേശത്ത് കടുവാ സാന്നിധ്യം ഉറപ്പായതോടെ 3ാമത്തെ കൂടും സ്ഥാപിച്ചു. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാവിലെ എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായി തിരിഞ്ഞ് അമരക്കുനി അരിച്ചുപെറുക്കി. കവലയിലെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ കടുവാ സാന്നിധ്യത്തിന്റെ സൂചനകൾ നൽകുന്ന കാഷ്ടം അടക്കമുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. ഇവിടെ 3ാമത്തെ കൂട് സ്ഥാപിച്ചു. നേരത്തെ 2 ആടുകളെ കൊന്നിട്ട സ്ഥലത്ത് സ്ഥാപിച്ച കൂടുകളും സ്ഥാനം മാറ്റി. ഒപ്പം ക്യാമറ ട്രാപ്പുകളും നിരീക്ഷണ ക്യാമറകളും. വിക്രം, സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകൾ അമരക്കുനിയിലേക്കെത്തി. നാളെ രാവിലെ തെരച്ചിലിന് ഇവയെ ഉപയോഗിക്കും. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞതാണ് അമരക്കുനി. കടുവ ഇറങ്ങിയതോടെ കാപ്പി പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനം വകുപ്പിന്റെ ദൗത്യം വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് സ്വസ്ഥമായ ജീവിതം വീണ്ടെടുക്കാൻ കഴിയൂ. കടുവ അവസാനം ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയത് 2 ദിവസം മുമ്പാണ്. ഇന്ന് നൈറ്റ് പട്രോളിംഗും തെർമൽ ഡ്രോൺ നിരീക്ഷണവും തുടരും. 3 കൂടുകളിൽ ഒന്നിൽ കടുവ വീഴും എന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഒപ്പം നാട്ടുകാരുടെയും. അമരക്കുനിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24. ഇടുക്കി ഉപ്പുകുന്നിലും പാലക്കാട് കല്ലിക്കോടും കാട്ടുപന്നി ആക്രമണം. ഉപ്പുകുന്നിൽ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലിക്കോട് സ്കൂട്ടർ യാത്രക്കാരെ കാട്ടുപന്നി ഇടിച്ച് തെറിപ്പിച്ചു. ഇതിനിടെ തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയെ കബാലി കാർ ആക്രമിച്ചു. ഇടുക്കി ഉപ്പുകുന്ന് പൊന്തംപ്ലാക്കൽ PR രാജനാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. കൈക്ക് ഗുരുതര പരിക്കേറ്റ രാജനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ കാട്ടുപന്നി സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചു. ദേശീയപാതയിൽ മാപ്പിള സ്കൂളിന് സമീപം ഇന്ന് രാവിലെ 10:45ഓടെയാണ് സംഭവം. സ്കൂട്ടർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രദേശത്ത് ഏറെ നേരം കാട്ടുപന്നി ഭീതി പരത്തി. പിന്നീട് കാട്ടുപന്നി എങ്ങോട്ട് പോയെന്ന് വ്യക്തമായില്ല. അതിരപ്പള്ളിയിൽ കൊമ്പൻ കബാലി കാർ ആക്രമിച്ചു.
പിറവത്ത് നിന്ന് മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന വിനോദസഞ്ചാരികളുടെ കാറാണ് ആക്രമിച്ചത്. കാറിന്റെ ബോണറ്റിന് കേടുപാടുകൾ വരുത്തി. വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 24 ഇടുക്കി. മകരസംക്രമ സന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങിയത്. മകരവിളക്ക് ദിവസം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും. ആചാരപ്പെരുമയിൽ തന്നെയാണ് ഇത്തവണത്തെയും തിരുവാഭരണ ഘോഷയാത്ര. പന്തളം കൊട്ടാരത്തിൽ നിന്നും രാവിലെ തന്നെ തിരുവാഭരണം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് മാറ്റി. തുടർന്ന് 12 മണിവരെ ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊരുക്കി. ശേഷം പ്രത്യേക പൂജകൾ. കൃത്യം 1 മണിക്ക് തന്നെ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു. പന്തളം കൊട്ടാരത്തിലെ തൃക്കേട്ടനാൾ രാജരാജവർമ്മയാണ് ഇത്തവണ യാത്ര നയിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പൂജിച്ച ഉടവാൾ രാജരാജവർമ്മയ്ക്ക് കൈമാറി. പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ഐരൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കും. നാളെ ലാഹയിലെ ദേവസ്വം ബോർഡ് സത്രത്തിലാണ് വിശ്രമം. 11 പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാൻ അവസരമൊരുക്കും. ഇത്തവണയും ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 26 അംഗ സംഘമാണ് തിരുവാഭരണം വഹിക്കുന്നത്. മകരവിളക്ക് ദിവസം 5 മണിയോടെ ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്ര ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. തുടർന്നാണ് സന്നിധാനത്തെ ചടങ്ങുകൾ. 24 പത്തനംതിട്ട. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.